ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബദാം ലഡുവാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്ക്, അതല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക്, കുട്ടികൾക്ക് ഇതെല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനൊരു 3/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ബദാം നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കാൻ നോക്കുക. ചെറുതായിട്ട് ചിരകി വെച്ച ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു പിടി. നിങ്ങളിങ്ങനെ തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ പീസായി പോകാതെ ചെറിയ പീസാക്കി പൊടിയായിട്ട് ചുരണ്ടിയെടുക്കാൻ നോക്കുക. നമ്മൾ ഈ ലഡുവിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയല്ല ചേർക്കുന്നത്, പകരം ശർക്കരയാണ് ചേർക്കുന്നത്. നിങ്ങൾ ബദാം എടുക്കുന്നതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കുക. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 3 ഏലക്ക. ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം. ഏലക്ക മാത്രം, ഏലക്കയുടെ ടേസ്റ്റ് അത്യാവശ്യം ലഡുവിനുണ്ടാവണം. ഏലക്ക തീരെ കുറച്ച് എടുക്കരുത്. ഇത്രയുമാണ് നമുക്ക് ഈ ഹെൽത്തി റെസിപ്പി ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. നമുക്കിന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റോളം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബദാം ഇപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗളിലൊക്കെ വെള്ളമയം ഉണ്ടെങ്കിൽ ഈ ലഡു കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബദാം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ഈ തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയിൽ ഈർപ്പമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഡു പെട്ടെന്ന് ചീത്തയായി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങയിൽ ഈർപ്പമൊക്കെ ഒന്ന് മാറി വരട്ടെ. മിക്സിക്ക് നനവുണ്ടെന്ന് തോന്നിയാൽ വെയിലത്ത് വെച്ച് ഉണക്കുക. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ വെച്ചിട്ട് മിക്സിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. ഒട്ടും വെള്ളമേ ഉണ്ടാവാൻ പാടില്ല. ഇതൊരു മീഡിയം തീയിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ ബദാം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വറുത്ത തേങ്ങയും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തേങ്ങയൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം ശർക്കര ചേർത്ത് വേണം പൊടിക്കാൻ. അപ്പോൾ തേങ്ങ തണുക്കാതെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ഉരുകിപ്പോവും. അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഈ നെയ്യുടെ അളവ് വളരെ കുറച്ച് ചേർത്താൽ മതി. അതായത് നമ്മുടെ കാഷ്യൂം ബദാമും ഒന്ന് മൊരിഞ്ഞു വരാനുള്ളത് മാത്രം ചേർത്താൽ മതി. അല്ല, നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അതാണെങ്കിലും നമുക്ക് ചേർക്കാം. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നെയ്യ് പറയുന്നത്. നെയ്യുടെ ടേസ്റ്റ് ഈ ലഡുവിന് നല്ലതാണ്. നമുക്ക് ആ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നെയ്ക്ക് പകരം ഓയിൽ ഒഴിച്ചു കൊടുത്ത് വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഈ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും നെയ്യ് ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതൊന്ന് ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം. ഈ കാഷ്യൂനട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാമിൻ്റെ മിക്സിലേക്ക് ഈ നെയ്യോട് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയും നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കോരി എടുത്താലും മതി. ഇതിപ്പോൾ പഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഏലക്ക ഇത് തണുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞോട്ടെ. ഞാനിപ്പം ആ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കാം. നന്നായിട്ട് ഇത് ബോളാക്കി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ നമുക്ക് അല്പം നെയ്യ് തടവാം. അതിനുശേഷം ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ലഡുവായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സമയത്ത് മധുരം കുറവുണ്ടെങ്കിൽ ശർക്കര അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ലഡു ഫുള്ളായിട്ടൊന്ന് ബോളാക്കി എടുത്തിട്ട് വരാം. ഒരു 11 ലഡു ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എത്ര ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. പഞ്ചസാര ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിത് പ്രിഫർ ചെയ്യുന്നത് പ്രഗ്നൻ്റ്, അതല്ലെങ്കിൽ പാല് കൊടുക്കുന്ന അമ്മമാർ, കുട്ടികൾ അങ്ങനെയുള്ളവർക്കായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. ലഡു എന്നാണ് പേരെങ്കിലും നമ്മൾ ഒരുപാട് മധുരമൊന്നും ചേർത്തിട്ടില്ല.
പിന്നെ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. നിങ്ങൾ മധുരം കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ശർക്കര ചേർത്ത് മധുരം കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.